എറണാകുളം നഗരമധ്യത്തിൽ നിന്ന് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് ഗ്രാമമാണ് കുമ്പളങ്ങി. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ യാത്ര ഈ കുമ്പളങ്ങി എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ്. കായലും ചീനവലയും മത്സ്യബന്ധനവും റിസോർട്ടുകളും നിറഞ്ഞ ഒരു കിഡിലൻ പ്ലേസാണ് ഈ കുമ്പളങ്ങി. പാലമിറങ്ങി നേരെ താഴത്തേക്ക് വരുന്നത് ഒരു പാർക്കിലേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരുമായി വരികയാണെങ്കിൽ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചീനവല വലിക്കുന്നതും, അതേപോലെ ഇതിൻ്റെ അകത്ത് കുടുംബശ്രീക്കാർ നടത്തുന്ന ചെറിയൊരു ഹോട്ടലുണ്ട്. ഇവിടുത്തെ പ്രധാന മെനൂസ് എന്ന് പറയുന്നത് ചിരട്ടപ്പൂട്ടും ബോട്ടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ കായൽ മത്സ്യവും നമുക്കിവിടെ കിട്ടും. നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെ കായലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കുമ്പളങ്ങി ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. കൂടാതെ ചൈനീസ് മത്സ്യബന്ധന വലകൾക്ക് പേരുകേട്ടതുമാണ്. സർക്കാർ ഏജൻസിയായ കേരള ടൂറിസത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം ഗ്രാമമാണ് കുമ്പളങ്ങി. ഈ ഗ്രാമത്തിന് ഈ പേര് വന്നത് കുമ്പളത്തിനും കടലിനും ഇടയിൽ രൂപം കൊണ്ട ഒരു ദ്വീപായതിനാലാണ്. ഈ സ്ഥലത്തിന് കുമ്പളം വിലങ്ങി എന്ന പേരിട്ടു. അത് പിന്നീട് കുമ്പളങ്ങിയായി മാറിയതാണ്. ദ്വീപെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ജനസാന്ദ്രത കുറവാണെന്ന്. 40,000-ൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നുണ്ടെന്നാണ് കണക്ക്. കുമ്പളങ്ങിയിലെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ചീനവല എന്നറിയപ്പെടുന്ന ചൈനീസ് നെറ്റുകളാണ് കേട്ടോ. സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ സെന്റ് ജോസഫ് LP സ്കൂൾ വരെയുള്ള 7 സ്കൂളുകൾ ഈ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ൽ സംസ്ഥാന അവാർഡ് നേടിയ മലയാള ചലച്ചിത്രമായ കുമ്പളങ്ങി നൈറ്റ്സ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. കുമ്പളങ്ങി കായലുകളിൽ കടൽ തിളക്കം അഥവാ കവരെന്നറിയപ്പെടുന്ന പ്രതിഭാസം കുമ്പളങ്ങി നൈറ്റ്സിലൂടെ ചിത്രീകരിച്ചതിനാൽ വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ ആകർഷണമായി. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ കവരെന്നറിയപ്പെടുന്ന ഈ മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിലാവുള്ള രാത്രിയും കൂടിയാണെങ്കിൽ അതിൻ്റെ ഭംഗി കൂടുതൽ നമ്മളെ ആകർഷിക്കും.
മത്സ്യബന്ധനം, കയർ നിർമ്മാണം, അതേപോലെ തന്നെ ഹോം സ്റ്റേ മുതലായവ കുമ്പളങ്ങിയിലെ മറ്റൊരു ആകർഷണം കൂടിയാണ്. ഒരുപാട് ഹോം സ്റ്റേകൾ നമുക്കിവിടെ ലഭ്യമാണ്. കല്ലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നിരവധി ഹോം സ്റ്റേകളുണ്ട്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ വഴി കണ്ടില്ലേ, രണ്ട് സൈഡും മറ്റേ മത്സ്യക്കെട്ടുകളാണ് കേട്ടോ. അതിൻ്റെ നടുക്കൂടെയുള്ള ഈ വഴി എന്ന് വെച്ചാൽ നേരെ ചെല്ലുന്നത് ഒരു മാതാവിൻ്റെ ഒരു ചാപ്പലാണ്. ആ ചാപ്പലിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. വളരെ മനോഹരമാണ് കേട്ടോ അവിടുത്തെ കാഴ്ച. ജപമാല കൂടാരം എന്നറിയപ്പെടുന്ന ഒരു മാതാവിൻ്റെ ഒരു ചെറിയൊരു ചാപ്പല. ചൈനീസ് വല മുതൽ ആംഗ്ലിംഗ് എന്നിവ പോലുള്ള മത്സ്യബന്ധന രീതി ഇവിടുത്തെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു രീതിയാണ്. ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ വേണം നമ്മൾ ആ ചാപ്പലിലേക്ക് എത്താൻ. ഈ കുഞ്ഞു പാലവും അതേപോലെ ഈ മെറ്റിലിട്ടിരിക്കുന്ന ചെറിയൊരു നടപ്പാത കണ്ടോ, ഇതുവഴി അങ്ങ് നടന്ന് അങ്ങ് അറ്റത്തെത്താം. ആ കാണുന്നതാണ് ചാപ്പലിലേക്കുള്ള ആ വഴി. അങ്ങനെ നമ്മൾ ആ ചെറിയ വഴിയിലൂടെ നടന്ന് ആ ജപമാല കൂടാരത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നോക്കി, ആ വള്ളിച്ചെടികളൊക്കെ എന്ത് മനോഹരമായിട്ടാണ് വെട്ടി ഒതുക്കി വെച്ചിരിക്കുന്നത്. നോക്കി, ചാപ്പലെന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വലിയൊരു ഇതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. അതായത് ഈ കാണുന്നതാണ് നമ്മുടെ ചാപ്പല്. കണ്ടോ, ഒരു കുഞ്ഞു ചാപ്പല് മാതാവിൻ്റെ രൂപം വെച്ചിട്ടേക്കുന്നത്. എൻ്റെ പേര് ജപമാല കൂടാരം എന്നാണ്. ഞാൻ ഇതിനകത്തേക്ക് കയറിയപ്പോൾ വീഡിയോ ക്ലിയർ ആയിട്ട് എടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ കയറി. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുരിശിൻ്റെ വഴിയും പ്രാർത്ഥനയും നടക്കുന്നതിനാൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ചെറുതായിട്ടൊന്ന് ഓടിച്ച് വീഡിയോ എടുത്ത് ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച അവിടെ നിർത്തി. ഇവിടെ ചിലവഴിക്കാൻ വരുന്ന ഒരു ദിവസം നമ്മളുടെ ഒരിക്കലും നഷ്ടമാകില്ല. ഗ്രാമത്തിലൂടെയുള്ള ചുറ്റി നടത്തവും അതേപോലെ വരമ്പുകൾ കൂടെയുള്ള യാത്രയും പിന്നെ മത്സ്യകൃഷികൾ, അതേപോലെ മത്സ്യങ്ങളെ പിടിച്ച് നമുക്ക് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയും എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്തത നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. നെസ്റ്റോളജി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ആ ഒരു പഴമയിലേക്കുള്ള ഒരു തിരിച്ചു യാത്ര എന്നൊക്കെ പറയും. ആ ഒരു കിട്ടാൻ വേണ്ടി നമ്മൾ തീർച്ചയായും ഈ കുമ്പളങ്ങിയിലേക്ക് ദിവസം വരിക, ചെലവഴിക്കുക. കവറിനെ കുറിച്ച് നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ലേ, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, എന്താണ് കവറെന്ന് അറിയണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ അക്യൂസ് കോർണർ എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആ ലിങ്കിലും കൂടെ കയറി വന്ന് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ കുമ്പളങ്ങിയിലെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ചെല്ലാനം പുത്തൻതോട് ബീച്ചിലേക്കാണ്. തൊട്ടടുത്തുള്ള ബീച്ചാണ്. അപ്പോൾ മറ്റൊരു സ്ഥലത്തിൻ്റെ വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ബൈ.